അങ്ങനെ ആദിലയുടെ ആ ഒരു അടി അങ്ങ് കഴിഞ്ഞു. സംഭവം എന്ന് വെച്ചാല് നമ്മള് പ്രൊമോയിലൊക്കെ കണ്ട ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഇതില് അനീഷിന്റെ ഭാഗത്ത് ഇനിയും എനിക്ക് തെറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. അനീഷ് അത്രയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലല്ല ആദില വന്ന് പാത്രം കഴുകൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാ ദിവസവും അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ ആദിലയായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. അനീഷ് അത് തന്നെയാണ് ചെയ്തത്. ഇന്ന് എന്ത് പറ്റി, ആദിലയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ആദില ഇടയ്ക്ക് ഇന്ന് മോർണിംഗ് അനുമോളോട് ഒരു വാക്ക് പറയുന്നുണ്ട്. ഒന്നാമതും എനിക്ക് മൂഡ് സ്വിങ്സ് വന്നിരിക്കുകയാണ് എന്ന് അനുമോളെടുത്ത് പറയുന്നുണ്ട്. അനുമോളെടുത്ത് പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് ആഡ് ചെയ്തേക്കാം. അതായത് ആദില പറയുന്നുണ്ട്, ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവരുടെ തനി രൂപം കാണിക്കുന്നത് ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ അനുമോളെ നിന്റെ കാര്യം തന്നെ ഞാൻ ആദ്യം പറയും എന്ന് ആദില അനുമോളോട് പറയുന്ന ഒരു സിറ്റുവേഷനും രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അത് ആദിലയ്ക്ക് അനീഷിനോടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ആയാലും ഇല്ലേലും ആദിലയുടെ മൂഡ് ഒട്ടും ശരിയായിരുന്നില്ല. ഇതൊരു ന്യായീകരണമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ആദിലയുടെ മൂഡ് ഒട്ടും തന്നെ ശരിയായിരുന്നില്ല. പിന്നെ അവിടെ അനീഷ് വന്നത് സംസാരിച്ചപ്പോൾ അനീഷിന്റെ പില്ലോ ബെഡ്ഷീറ്റ് അത് ഇതെല്ലാം വലിച്ചെറിഞ്ഞതിനെ കുറിച്ച് അത് ആ സമയത്ത് വരെ നൂറ പ്രതികരിക്കുന്നുണ്ട്. അതിൽ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ആദില ഭയങ്കര ടെററായിട്ട് ഇതെല്ലാം ചെയ്തു. പിന്നെ പാത്രം കഴുകുന്നിടത്തും വലിയ വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ ആദിലയും നൂറയും ആദില ഒന്ന് റിലാക്സ് ആയ സമയത്ത് നൂറ അടുത്ത് പോയിരുന്ന് രണ്ടുപേരും തമ്മിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ബേബി ട്രിഗർ ആകാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നൂറ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷ് അങ്ങനെ ചെയ്തിട്ടില്ല. അനീഷ് ആദിലയെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തത്. നൂറ അത് ആദിലയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഈ ഒരു വിഷയത്തിനെ വെച്ചിട്ടാണോ എന്നറിയില്ല ആദിലെടുത്ത് നൂറയെടുത്ത് മിണ്ടുന്നില്ല എന്നൊരു കാര്യം നൂറ അവിടെ പറയുന്നുണ്ട്. അത് ഇവർ നോക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ആദിലയെടുത്ത് പലതവണ ഷാനവാസ് പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ അല്ലാതെയും പറയുന്നുണ്ട്, ചുമ്മാ എന്തിനാണ് അനീഷിന്റെ അടുത്ത് ഇങ്ങനെ വഴക്കിന് പോകുന്നതെന്ന് ഷാനവാസ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, ഉപദേശം പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദില പറയുന്നതെന്ന് വെച്ചാല്, നീ പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കുന്നില്ല, പിന്നെയാണോ ഷാനവാസ് പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കുന്നത് എന്ന് ആദില പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെ ഒരു കംപ്ലീറ്റ്ലി ആദില ഒരു ഭയങ്കര മൂഡ് ഔട്ടിലാണ്. ആദിലയ്ക്ക് എന്തൊക്കെയോ ഇറിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു നെവിന്റെയും ഷാനവാസിന്റെയും വിഷയത്തിന് ശേഷമാണോ ആദിലയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, അതോ റിയാസ് വന്നതിന് ശേഷം റിയാസ് വല്ല അഡ്വൈസും കൊടുത്തോ? ഒരു സ്ട്രോങ് പ്ലെയറിനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക, സ്ട്രോങ് പ്ലെയറുമായിട്ട് വഴക്കുണ്ടാക്കുക എന്നെങ്ങാനും ഒരു ചിന്ത ആദിലയ്ക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ട് പോലും എനിക്ക് തോന്നി. പക്ഷേ അതൊന്നും അല്ല, ഇതൊരു ഗെയിം പ്ലാൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അന്നേരം തോന്നുന്ന മൂഡ് സ്വിങ്സിനനുസരിച്ചും അന്നേരം തോന്നുന്ന ദേഷ്യത്തിനനുസരിച്ചും ആദില പെരുമാറുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ നൂറ ഒരു ലൈറ്റ് ആയിട്ട്, അതായത് ന്യൂട്രൽ പിടിച്ച രീതിയിലൊക്കെ ആദിലയെ ഒന്ന് വഴക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദില തിരിച്ച് നൂറേനെയാണ് പിന്നീട് വഴക്കുണ്ടാക്കുന്നത്, നൂറയോട് വഴക്കുണ്ടാക്കുകയാണ്. അതായത് ഞാൻ അവിടെ മിണ്ടാതിരിക്കാം, ഞാനാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാനാണോ ഇവിടെ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആദില നൂറയെടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതായത് നൂറയും ആദിലയും തമ്മിലും ചെറിയ ചെറിയ ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ അവർ സ്പ്ലിറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല. നൂറയ്ക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ടെൻഷനും ഉണ്ട്. ഈവൻ അങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് നൂറ ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് ആദിലയോട്. വേറൊന്നുമല്ല, ഇത്രയധികം വഴക്കുണ്ടാക്കുന്നതൊന്നും ലാലേട്ടന് ഇഷ്ടമല്ല, അത് അവർ തിരിച്ചറിയുന്നുണ്ട്. പൊതുവെ ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ വഴക്കുണ്ടാക്കുന്ന ഒന്നും മോഹൻലാലിന് ഇഷ്ടമല്ല. മോഹൻലാൽ അന്നേരം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു വഴക്കിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തുകൂടെ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ജിസേലിന്റെയും അനുമോളുടെയും ഒക്കെ വിഷയം ലാലേട്ടൻ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. അനുമോള് ഭയങ്കരമായിട്ട് വായും ബഹളവും ഒക്കെ വെക്കുമ്പോൾ ലാലേട്ടൻ അതാണ് ഇഷ്ടപ്പെടാതെ പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഷയം എന്തോ ആയിക്കോട്ടെ, ബിഗ് ബോസിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നിസ്സാരമായിട്ടാണ് ലാലേട്ടൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതിൽ ഭയങ്കര ഉച്ചത്തിൽ അങ്ങേയറ്റം ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ മാത്രമാണ് ലാലേട്ടൻ അതിനകത്തൊരു പ്രസ്താവന പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ കാര്യം ഉൾപ്പെടെ ലക്ഷ്മി സംസാരിച്ച ആ വാക്കുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് ആദിലയും നൂറയും വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനീഷ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കിയ ആദ്യ ആഴ്ചകളിൽ ലാലേട്ടൻ അനീഷിനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ അനീഷ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അനീഷ് ഈ സംസാരിക്കുന്നത് ഒന്ന് ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ, അനീഷിന്റെ തന്നെ പ്രവൃത്തി ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയും കണ്ട് ലാലേട്ടൻ അനീഷ് പ്രവർത്തിച്ച കുറച്ച് ക്ലിപ്സ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അനീഷ് കുറച്ചൊന്ന് ഒതുങ്ങിയതായിട്ട് നമ്മളൊന്ന് പറയുകയും ചെയ്തതാണ്. അപ്പോൾ ലാലേട്ടന്റെ ആ ഒരു രീതിയെക്കുറിച്ച് നൂറ അവിടെ ആദിലെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, ലാലേട്ടൻ പറയുന്നത് അറിയില്ലേ, ഇതേ കണക്കുള്ള ഓരോ വിഷയത്തിലും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട്.
പക്ഷെ ആദില ഇതിന്റെ ഇടയ്ക്ക് പുറത്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അതായത് ആ അനീഷേട്ടന്റെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും എനിക്ക് ആ തന്തയുടെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ ഒരു വാക്ക് ആദില പറഞ്ഞോ എന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല. പക്ഷെ തന്തയെ പോലെ എന്നെന്തോ ഒരു വാക്ക് എന്ന് വെച്ചാൽ മേ ബി അനീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ഒരു പേഴ്സണലി പുള്ളിക്കാരി പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. അനീഷ് അങ്ങനെ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ അനീഷ് അങ്ങനെ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നതോ ആദിലേക്ക് മറ്റെന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ആദിലെ എനിക്ക് പേഴ്സണലി എനിക്ക് ആദിലെ ഇഷ്ടമാണ്. ആദില എന്ന് പറഞ്ഞൊരു വ്യക്തിത്വത്തെ അവരുടെ സംസാരത്തെയൊക്കെ ഞാൻ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 2 ആഴ്ചക്കകത്ത് ആദിലേക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. അതും അനീഷിനെ മാത്രം ചൊറിഞ്ഞുകൊണ്ടുള്ള ഈ പെരുമാറ്റം മനസ്സിലാവുന്നില്ല. വന്ന സമയത്ത് അനീഷ് നിങ്ങളെ മാതാപിതാക്കളടുത്ത് നിങ്ങൾ കൂട്ടുകൂടണം എന്നൊക്കെ പറഞ്ഞ അനീഷ് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് പോലും ആ വിഷയം ലാലേട്ടൻ സംസാരിക്കുമ്പോൾ പരസ്പരം കരഞ്ഞു വിഷമിച്ച് ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് അന്ന് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ച് അതിനുശേഷം ആ ലാലേട്ടൻ പോയ എപ്പിസോഡിൽ അനീഷും അതിലെയും നൂറയും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കൂട്ടുകൂടിയ അതിൽ തന്നെയാണോ ഇത്? അതിലേക്ക് അത്രയ്ക്ക് പക്വതയില്ലേ? ഇത്രയധികം വിഷയങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചിട്ട് നൂറയും ആദിലയും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയി നല്ല രീതിയിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആ 2 കുട്ടികൾ, അതിനകത്ത് ഈ ആദിലയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ആദിലയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആരാണ് ആദിലെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത്? ആദിലയുടെ തന്നെ മെന്റലി ആദില ഓക്കെ അല്ലേ എന്ന് പോലും തോന്നി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പക്ഷം പറയുകയല്ല, എല്ലാം മനുഷ്യരല്ലേ. ആദില എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എന്തോ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ആ ഒരു എന്താ പറയാ പെട്ടെന്നൊരു ദിവസം അനീഷിനോട് ഇങ്ങനെ കാണിക്കാൻ എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ടിൽ ഞാനും സംസാരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു നൂറ പറയുന്ന മറ്റൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് ആദില നീ ഇത് വാക്കാലെ പറയ് എന്ന് പറയുന്നുണ്ട്. അവിടെയും ആ എടുത്ത് പറയാണ്, നൂറ പറയാണ് അതിൽ ഈ പറഞ്ഞ പ്രവൃത്തിയോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറയും, എന്തിനാണ് ആ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് എറിഞ്ഞതെന്ന്. അപ്പോൾ അതിൽ അത് പറയുന്നുണ്ട്, ഞാൻ അത് അന്നത്തെ ദേഷ്യത്തിന് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്ത് കളിക്കാൻ വന്നതൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അപ്പോൾ തോന്നുന്ന ആ ഒരു ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് എന്ന് ആദില പറയുന്നുണ്ട്. അങ്ങനെയും ആദില പറയുന്നുണ്ട്. സോ ആദില പറയുന്നുണ്ട് ഇതൊരു വൃത്തികെട്ട കളിയാണ് എന്നുള്ള രീതിയിൽ ആദില തന്നെ സംസാരിക്കുന്നുണ്ട്. അത് അനീഷിന്റെ വൃത്തികെട്ട കളിയായിട്ടാണോ അതോ ആദിലയ്ക്ക് സെൽഫായിട്ട് വൃത്തികെട്ട കളിയായിട്ട് തോന്നുന്നതാണോ എനിക്കറിയത്തില്ല. ഏതായാലും ശരി, ആദില സംസാരിച്ചതും നൂറ സംസാരിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതും കൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ബിഗ് ബോസ് എങ്ങാനും ഒന്ന് ആ ഒരു കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് സംസാരിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ട്രാക്ക് അത്ര നല്ലതല്ല എന്തായാലും. അപ്പോൾ എന്തായാലും നൂറ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിലോട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് നൂറ എഴുന്നേറ്റ് പോകുന്ന ഒരു വാക്കുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരോട് 2 പേരോടും ഒരു പാവം തോന്നി. നൂറ പറയുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാ ഇത് നടക്കുന്നത്, എനിക്ക് പേടിയാവുന്നു ബിഗ് ബോസേ എന്നിങ്ങനെ നൂറ പറയുന്നുണ്ട്. അവര് നടന്ന് ആ ലിവിംഗ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് അത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ആദില ഇവിടുന്ന് പോകുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആദിലയ്ക്ക് പുറത്ത് നെഗറ്റീവായി ആദിലയുടെ വോട്ട് കുറയുമോ എന്നൊക്കെ നൂറ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ചിന്തിക്കുന്ന ഒരു അവസരത്തിലല്ല ആദിലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ ആദിലയോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അനീഷ് പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരിക്കലും ആദിലയെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് മൊത്തത്തിൽ ഒരു കുളമായി കിടക്കുകയാണ്. ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു വഴക്കൊട്ടും എക്സ്പെക്റ്റഡേ ആയിരുന്നില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഏതായാലും നിങ്ങൾക്ക് എന്താ ഒപ്പീനിയൻ ആണ് പറയാനുള്ളത് എന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.